ക്രിസ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണേ. നമ്മുടെ കാപ്സിക്കം വെച്ചിട്ട് ബെൽ പെപ്പേഴ്സ് വെച്ചിട്ട് ഒരു കറി. അപ്പൊ ഇവിടെ ഫ്രിഡ്ജിൽ 2 കാപ്സിക്കം ഇരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഈ കറിയുടെ ഒരു ഓർമ്മ വന്നത്. ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചപ്പാത്തിക്കും നാളിനും അങ്ങനത്തെ ഇതുകളില്ലേ, അതിനൊക്കെ നന്നായിട്ട് മാച്ച് ആവണ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി ഇത്തിരി കോക്കനട്ടൊക്കെ ഇട്ടിട്ടുള്ള കറി തന്നെയാണ്. ഈ കർണാടക ഭാഗത്തൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മിൺസ് ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. പക്ഷെ അതിന് നമ്മളൊരു ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്തിട്ട്, ലിസ്പി കിച്ചൺ ട്വിസ്റ്റ് കൊടുത്തിട്ട് നമ്മള് ഉണ്ടാക്കാണ് ഈ കറിക്ക് കേട്ടോ, നമ്മുടെ ഒരു ടേസ്റ്റിന്. അപ്പൊ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമ്മള് 2 വലിയ ക്യാപ്സിക്കാണ് കേട്ടോ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു ഏകദേശം ഒരു 300 ഗ്രാമോളം വരും കേട്ടോ 2 ക്യാപ്സിക്കം എടുത്തു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷണൽ ആണ്. ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മസാലകൾ വേണം. 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 കറിയാമ്പ്, ഒരു 4-5 വറ്റൽമുളക്. പിന്നെ മീഡിയം സൈസുള്ള 2 ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഷുഗർ വേണം. നമ്മള് സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാൻ പോണത് കേട്ടോ. ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം, 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ ആവാം നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. സോൾട്ട് വേണം. പിന്നെ നമുക്ക് ഇതില് ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടി ഞാൻ 1 ടീസ്പൂൺ നിറച്ചെടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ആദ്യം തന്നെ നമ്മളൊരു നോൺ സ്റ്റിക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മസാലകളെല്ലാം, അതായത് വറ്റൽമുളകും മല്ലി, ജീരകം, കറുവാപ്പട്ടയും ക്ലോവ്സും, ഇത് ഒന്ന് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ട് അപ്പൊ നമ്മള് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മള് നാളികേരം എടുത്തു വെച്ചത് ഇതിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മള് കോക്കനട്ടും ആ മസാലയും കൂടിയിട്ട് അരച്ചെടുത്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മള് ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അതായത് ഒരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം. അപ്പൊ ഒരു 4-5 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റിയില്ല കേട്ടോ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് നമ്മള് സവാള ഫ്രൈ ആക്കണം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ, കുറച്ച് സോൾട്ട്, ഈ ടൊമാറ്റോ ഒന്ന് കുക്കാവണ വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പൊ ഇത് ഒരു 2 മിനിറ്റ് ഞാൻ മൂടി വെച്ച് ഒരുവിധം കുക്കായിട്ട് കേട്ടോ ടൊമാറ്റോ. ഇനി നമ്മള് ഗ്രീൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളത് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മള് ഗരം മസാലപ്പൊടി എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കണം മസാല അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് നമ്മള് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് നമ്മൾ വഴറ്റിണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഷുഗർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. അപ്പൊ ഒരു ടീസ്പൂൺ ഷുഗർ ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം പോരാ, ഒന്ന് നന്നായി തിളച്ച് വരണം. ഇത് ഒന്ന് മൂടി വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കാൻ പോണേ കേട്ടോ. അപ്പൊ ഇത് ഒരു 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മള് മല്ലിയില എടുത്തു വെച്ചതിൽ പകുതി അതിലിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മള് കാപ്സിക്കം നമ്മളത് ജസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കാപ്സിക്കം വേവുമ്പോ ഒരു ക്രഞ്ചിനെസ് അതിന്റെ പോവരുത് കേട്ടോ. അപ്പൊ അതാണ് ആ ക്രഞ്ചിനെസ് ഉണ്ടായാലാണ് കാപ്സിക്കത്തിന് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പൊ കുഴഞ്ഞു പോവാണ്ട് നമ്മൾ വാട്ടിയെടുക്കണം. ഇനി ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിക്കാം. ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ഇതെങ്ങനെ ഇരുന്ന് വെന്തല്ലോ കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങ നീര്, ഒരു അര ചെറുനാരങ്ങയുടെ നീര് ഇതില് ഒന്ന് പിഴിഞ്ഞ് വെക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. കാണുമ്പോ തന്നെ അറിയാലേ, നല്ല ചപ്പാത്തിയുടെ കൂടിയും നാനിന്റെ കൂടിയും ഒക്കെ മാച്ച് ആവണ ഒരു വെജിറ്റബിൾ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ.